ഹിന്ദി ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, പിന്നെ എല്ലാവരും സ്കൂളൊക്കെ പോയി തുടങ്ങി കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇപ്പോൾ പുതിയ സിലബസൊക്കെ മാറിയല്ലോ, പുതിയ ചാപ്റ്ററാണ്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇക്കായി ഏക്ക്. എന്താണ് പേര്? സഫരോം കി ജുഗൽബന്ദി എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്. അവിടെ 2 ആൾക്കാർ ട്രെയിനിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സഫരോം കി ജുഗൽബന്ദി എന്ന് വെച്ചാൽ സഫരോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സഫർ എന്ന് വെച്ചാൽ ഏകവചനമാണ്, സഫറിൻ്റെ ബഹുവചനമാണ് സഫരോം. ഓക്കെ, അപ്പോൾ സഫരോം കി ജുഗൽബന്ദി. സഫരോം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകളുടെ ജുഗൽബന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംയോജനം അല്ലെങ്കിൽ കൂടിക്കാഴ്ച. അപ്പോൾ സഫരോം കി ജുഗൽബന്ദി എന്ന് അർത്ഥം വയ്ക്കുന്നത് യാത്രകളുടെ കൂടിക്കാഴ്ച. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇസ് സഫർ മേ നീന്ത് ऐसी खो गई हम ना सोए रात तक कर सो गई. അപ്പോൾ ഒരു മഹത്തായ ഒരാൾ, രാഹി മാസൂം രാജ എന്ന് പറയുന്നൊരു റൈറ്ററിൻ്റെ വരികളാണിത്. ഇസ് സഫർ മേ, ഈ യാത്രയിൽ, നീന്ത് ऐसी खो गई, ഉറക്കം എങ്ങനെയാണോ നഷ്ടപ്പെട്ടത്, ഹം ന സോയെ രാത് തക് കർ സോ ഗയി, നമ്മൾ ഉറങ്ങിയില്ല പക്ഷേ രാത്ത് എന്ന് വെച്ചാൽ രാത്രി, തക് കർ സോ ഗയി, രാത്രി പക്ഷേ എന്താ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ അത് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ താഴെ ഒരു ചിത്രം കാണുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ട്രെയിന് ഇതാ വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിലേക്ക് ട്രെയിനിലേക്ക് കയറാൻ നോക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ യഹ് ഉദ്ഘോഷണ പടേ, അപ്പോൾ പറയാണ്, യഹ് ഉദ്ഘോഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റിനാണ് ഉദ്ഘോഷണ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ, അപ്പം നമുക്ക് ഉദ്ഘോഷണ കേൾക്കാൻ പറ്റും. ഉദ്ഘോഷണ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്, ട്രെയിൻ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റും. അതുപോലത്തെ ഒരു അനൗൺസ്മെൻ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യാത്രിയോ കൃപയ ധ്യാൻ ദേ, ഗാഡി നമ്പർ 1634 तिरुवनंतपुरम से मंगलूर तक जाने वाली തിരുവനന്തപുരം मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है. അങ്ങനൊരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ കേൾക്കാറില്ല എപ്പോഴും? അപ്പോൾ അത് 3 തരത്തിലുണ്ടാവും അല്ലേ? 3 ലാംഗ്വേജസിൽ പറയും. ഒന്ന് ഫസ്റ്റ് മലയാളത്തിൽ പറയും, പിന്നെ ഹിന്ദിയിൽ പറയും, പിന്നെ ഇംഗ്ലീഷിലും. അതുപോലത്തെ ഒരു അനൗൺസ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. डिब्बे के अंदर के कार्यकलापों की कल्पना करे और अभिनय करके दिखाए. അപ്പോൾ പറയുന്നത്, നിങ്ങളോട് പറയുകയാണ് ഡിബ്ബെ കെ അന്തർ കെ, അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാര്യകലാപോം കി ഉള്ള സംഭവങ്ങൾ കൽപ്പന കരെ, നിങ്ങളോട് ഇമാജിൻ ചെയ്തിട്ട്, ഓർ അഭിനയം കറക്കെ ദിക്കായ, അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് തന്നിട്ടുണ്ട്. ജേസെ എന്താ ഉദാഹരൺ കേലി എന്താ കൊടുത്തത്? ചായ് വാല ചായ് ബേച്ച് രഹാ ഹെ. അപ്പോൾ ട്രെയിനിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലേ, ചായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ചായ വിൽക്കാൻ വരുന്നത്. ചായ മാത്രമല്ല, പലതരം സാധനങ്ങളും വിൽക്കും. അപ്പോൾ എന്തൊക്കെ കാണാം? സാമാൻ ബേച്ചിനെ ആത്തേ ഹെ അല്ലേ, ലോക്
പിന്നെയോ പിന്നെ എന്ത് എഴുതാം? गायक लोग आते हैं अल्ले, गाना गाने वाले आते हैं, भीख मांगने वाले लोग आते हैं. ഇങ്ങനെ നമുക്ക് പറയാം. ഇനി അപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രെയിൻ യാത്രയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ടാവും. അതുപോലൊരു ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ലഘുകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പാഠത്തിൻ്റെ പേരാണ് ഖിഡ്കി. ആരാണ് എഴുതിയത് ഈ ഷോർട്ട് സ്റ്റോറി? ലഘുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി എന്നാണ് അർത്ഥം. അപ്പോൾ അത് എഴുതിയത് അഞ്ജു ഗർബന്ദയാണ് അല്ലേ? അഞ്ജു ഗർബന്ദ എന്ന് പറയുന്നൊരു റൈറ്റർ എഴുതിയതാണ് എന്ത്? ഖിഡ്കി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി, ലഘുകഥയാണ്. പഠने के लिए यहाँ दिया है. देखते हैं അഞ്ജു ഗർബന്ദയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി അറിയാം. ആരാണ് അഞ്ജു ഗർബന്ദ എന്നുള്ളത്? അപ്പോൾ ഈ വ്യക്തിയാണ് അഞ്ജു ഗർബന്ദ എന്ന് പറയുന്ന വ്യക്തി. അഞ്ജു ഗർബന്ദ का जन्म दिल्ली में हुआ है. എവിടെയാണ് അഞ്ജു ഗർബന്ദ ജനിച്ചത്? ദില്ലിയിലാണ് ജനിച്ചത്. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അവരെന്തായിരുന്നു? അധ്യാപികയായിരുന്നു, ലേഖികയായിരുന്നു, പിന്നെ എന്താ? തഥാ റേഡിയോ കലാകാർ ഹെ. ഇപ്പോൾ റേഡിയോ കലാകാരി കൂടിയായിരുന്നു ആര്? അഞ്ജു ഗർബന്ദ എന്ന് പറയുന്നത്. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാവും മേ വേ കാര്യരത് ഹെ. അവരെന്തൊക്കെ ഫീൽഡിൽ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്? ലഘുകഥ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്, കവിത പോയംസ് എഴുതിയിട്ടുണ്ട്, സംസ്മരൺ ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ? അവരുടെ എഴുത്തുകളാണ്, രചനകൾ. ഉജ്ലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ്, ദില്ലി നൗ ആദി പ്രകാശിത കൃതിയാമേ. ഇതൊക്കെ പ്രകാശിപ്പിച്ചിട്ടുള്ള, പബ്ലിഷ് ചെയ്തിട്ടുള്ള കൃതികളാണ് അഞ്ജു ഗർബന്ദയുടെ. സാവിത്രിബായി പുലെ സമ്മാൻ സെ വേ പുരസ്കൃത ഹെ. അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സാവിത്രിബായി പുലെ സമ്മാൻ എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഒരു സാഹിത്യ പുരസ്കാരമാണ്. അത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേരാണെന്ത്? ഖിഡ്കി എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഖിഡ്കി എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത്? ജനാല അല്ലേ? വിൻഡോ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र की आनंद लिया जाए. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए, पर फिर थोड़ी नानुकुर के बाद मान गए. दिल्ली से लगभग 8 घंटे का सफ़र. सीट बुक की थी तो ज़्यादा परेशानी नहीं हुई. बच्चों ने झट खिड़की वाली सीट झपट ली. सारा सामान सेट कर मैं और पत्नी बातों में मशगूल हो गए. എന്താണ് പറയുന്നത് ഫസ്റ്റ് പേരയിൽ? ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത്ത. അപ്പോൾ ഹോഷിയാർപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും ഷാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൻ്റെ, കല്യാണത്തിൻ്റെ, ഷാദി കാ ബുലാവ ഇൻവിറ്റേഷൻ അല്ലേ? ബുലാവ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോഷിയാർപൂർ എന്ന സ്ഥലത്തേക്ക്
കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ആയാ ഥാ വന്നിരുന്നു, അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിരുന്നു. ട്രെയിൻ സേ ജാന തയ് ഹുവ. ട്രെയിൻ സേ ജാന, ട്രെയിനിൽ പോകാമെന്ന്, തയ് ഹുവ എന്ന് വെച്ചാൽ തീർച്ചപ്പെടുത്തി, നിശ്ചയിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. സർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ്, തണുപ്പ്. ഹൽക്കി ഹൽക്കി മെല്ലെ മെല്ലെ എന്താ, ദസ്തക് ദേനെ ലഗി തി, വാതിലിൽ മുട്ടാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ, തണുപ്പ് കുറച്ച് കുറച്ചായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, തണുത്ത കാലം വരവുണ്ടായി. അപ്പോൾ ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് ചിന്തിച്ചു. ചലോ ഇസ് ബാർ എ സി കെ ബജായ്, ഈ പ്രാവശ്യം എന്താ, ഇസ് ബാർ ഈ പ്രാവശ്യം, എ സി കെ ബജായ് എ സി അല്ലാതെ, ജനറൽ കോച്ച് സെ സഫർ കി ആനന്ദ് ലിയാ ജായേ. ജനറൽ കോച്ചിൽ എന്താ, കോച്ച് സേ, ജനറൽ കോച്ചിൽ നിന്നും സഫർ കി ആനന്ദ് എന്താ, യാത്രയുടെ ആനന്ദം ലിയാ ജായേ കിട്ടുമോ എന്ന് നോക്കാം അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഈ പ്രാവശ്യം എ സി കോച്ചിൽ പോകാതെ എന്താ, ജനറൽ കോച്ചിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പഹലെ ബീബി വച്ചേ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. പഹലെ ബീബി വച്ചേ, പഹലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം, ഫസ്റ്റ് ടൈമിൽ. ബീവി വച്ചേ ഭാര്യയും കുട്ടികളും, ജനറൽ സേ ജാനെ പർ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ വേണ്ടി, കുച്ച് നാരാസ് ഹുയേ, കുച്ച് എന്ന് വെച്ചാൽ കുറച്ച്, നാരാസ് ഹുയേ എന്ന് വെച്ചാൽ, നാരാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം പോലെ, എന്താ കുറച്ച് മടിയായിരുന്നു അല്ലേ, കുറച്ച് ദേഷ്യത്തിലായിരുന്നു ജനറൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ്, പക്ഷേ പർ ഫിർ തോടി പിന്നെ കുറച്ച്, നാ നുക്കുർ കെ ബാദ് കുറച്ച് താമസം കഴിഞ്ഞ്, കുറച്ച് മടിയോടെയാണെങ്കിലും, മാൻഗെ എന്താ സമ്മതിച്ചു. ഫസ്റ്റ് എന്തായിരുന്നു, ഭാര്യയും കുട്ടികളും ജനറലിൽ പോകാമെന്ന് പറയുമ്പോൾ അത്ര അങ്ങനെ ഉത്സാഹം കാണിച്ചിരുന്ന. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ് മാൻഗെ, പിന്നെ കുറച്ച് താമസിച്ചാണെങ്കിലും അവരെന്ത് ചെയ്തു, സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. ദില്ലി സേ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലി സേ, ദില്ലിയിൽ നിന്നും, ലഗ്ഭഗ് ഏകദേശം അല്ലേ, ലഗ്ഭഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം, 8 ഘണ്ടെ കാ സഫർ. 8 ഘണ്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ ഓളം എന്താ, സഫർ ഹെ, 8 മണിക്കൂറോളം യാത്രയുണ്ട്. സീറ്റ് ബുക്ക് തി, സീറ്റ് എന്താ, റിസർവേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ, ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. തോ ജ്യാദ പരേശാനി നഹി ഹുയി, തോ അതുകൊണ്ട്, ജ്യാദ കൂടുതൽ, പരേശാനി നഹി ഹുയി, പരേശാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, നഹി ഹുയി ഉണ്ടായില്ല. സീറ്റ് ബുക്ക് തി, സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേശാനി നഹി ഹുയി, അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബച്ചോനെ ഝട്ട് കിടക്കി വാലി സീറ്റ് ജപ്പട് ലി. ബച്ചോനെ കുട്ടികൾ എന്ത് ചെയ്തു, ഝട്ട് പെട്ടെന്ന്, കിടക്കി വാലി സീറ്റ് അല്ലേ, വിൻഡോ സീറ്റ്. നമുക്ക് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എവിടെ ഇരിക്കാനാണ് ഇഷ്ടം, വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോകാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്ത് ചെയ്തു, ബച്ചോനെ ജഡ് കിടക്കി വാലി സീറ്റ് ജപ്പട് ലി. കുട്ടികൾ എന്താ, പെട്ടെന്ന് തന്നെ വിൻഡോ സീറ്റ് അങ്ങ് കൈയടക്കി വെച്ചു, കൈക്കലാക്കി വെച്ചു അല്ലേ, ജപ്പട് ലി. सारा सामान सेट कर मैं और पत्नी बातों में मशगूल हो गए. എന്താ പറയുന്നത്, സാരാ സാമാൻ, സാര എന്ന് വെച്ചാൽ മുഴുവൻ, മുഴുവൻ സാധനങ്ങളും, സാരാ സാമാൻ, സെറ്റ് കർ എന്താ ശരിയാക്കി വെച്ചിട്ട്, സെറ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്തു, മേ ഓർ പത്നി ഞാനും എൻ്റെ ഭാര്യയും, ബാത്തോമേ എന്താ സംസാരത്തിലിങ്ങനെ, മഷ്ഗൂൽ ഹോഗേ, മഷ്ഗൂൽ ഹോന്നെന്ന് വെച്ചാൽ എന്താ മുഴുകിയിരുന്നു അല്ലേ, അങ്ങനെ ഇങ്ങനെ ലീൻ ഹോഗയ, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു.
ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. दीदी जम्मू की शॉल ले लो, बहुत बढ़िया है. रंग बिरंगी शॉलों का भरी कटर उठाए एक सावली सलोनी कजरारी आंखों वाली युवती पत्नी को ഇസ്രാർ करने लगी. അപ്പം എന്ത് ചെയ്തു? ദീദി ഒരു ആരോ വിളിക്കുന്നത് പോലെ തോന്നി അല്ലേ? ആരോ വിളിച്ചു. ജമ്മു കി ഷോൾ ലേലോ, ചേച്ചി ജമ്മു കി ഷോൾ ലേലോ, ജമ്മുവിൽ നിന്നുള്ള ഷോൾ എടുത്തോളൂ. ലേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോളൂ എന്നർത്ഥം. അപ്പോൾ ആരോ വിളിക്കുകയാണ്, ഏതോ ഒരു കച്ചവടക്കാരി വന്ന് വിളിക്കുകയാണ് അല്ലേ? ജമ്മു കി ഷോൾ ലേലോ ബഹുത്ത് ബഡിയാ ഹെ. അപ്പോൾ അവർ പറയാണ്, ആ യുവതി പറയാണ്, ബഹുത്ത് ബഡിയാ ഹെ, വളരെ മനോഹരമാണ്. ബഡിയ എന്ന് വെച്ചാൽ നല്ലതാണ്, മനോഹരമാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. രംഗ് ബിരങ്കി എന്ന് വെച്ചാൽ പല കളറിലുള്ള, പല നിറങ്ങളിലുള്ള കളർഫുള്ളായിട്ടുള്ള ഷോളോം കാ ബാരി ഗട്ടൻ ഉഡായെ, ഷോളുകളുടെ ബാരി ഗട്ടർ ഉഡായെ, എന്താ വലിയൊരു ബാണ്ടക്കെട്ട് എടുത്തിട്ട് ഏക് സാവലി സലോനി കജരാരി ആംഖോം വാലി, എന്താണ് പറയുന്നത്? ആ സ്ത്രീയെ വർണ്ണിക്കുന്നതാണ് അല്ലേ? ഏക് സാവലി, കുറച്ച് ഇരുണ്ട നിറത്തിലുള്ള, സലോനി എന്താ തിളങ്ങുന്ന, കജരാരി ആംഖോം വാലി, കജരാരി ആംഖോം വാലി എന്ന് വെച്ചാൽ കാജൽ എഴുതിയിട്ടുള്ള കണ്ണുകളുള്ള, ആംഖേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ, കജരാരി എന്ന് വെച്ചാൽ കണ്ണെഴുതുക അല്ലേ? കാജൽ എഴുതിയിട്ടുള്ള കണ്ണുകളുള്ള, നല്ല മനോഹരമായിട്ട് കണ്ണെഴുതിയിട്ട് എന്താ കുറച്ച് ഇരുണ്ട നിറത്തിലുള്ള, നല്ല ഭംഗിയുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു വലിയ യുവതി, ഒരു യുവതിയാണ് എന്തിന് ആരെ വിളിക്കുന്നത്? പത്നിക്കോ ഇസ്രാർ കർണയിലേക്ക്, എന്താ ഈ സ്ത്രീയെ, ഈ ഭാര്യയെ വിളിച്ചുകൊണ്ടിരുന്നത്. കിത്തനെ കീ ഹെ, അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, കിത്തനെ കീ ഹെ, എത്ര രൂപയാണ്, എത്രേൻ്റെയാണ് ഈ ഷോൾ എന്ന് ചോദിക്കുകയാണ്. 2800 की. അപ്പോൾ ആ സ്ത്രീ പറയാണ് 2800, 250ൻ്റെയാണ് ഈ ഷോൾ എന്ന് പറയുന്നത്. ഇത്തി മെഹങ്കി, അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഇത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിനി മെഹങ്കി എന്നാണ് അർത്ഥം. എന്താ ഇത്രയും വില കൂടിയത്? മെഹങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടിയതോ? ഇത്തി മെഹങ്കി. ज़्यादा पीस लोगी तो कम कर दूँगी. അപ്പോൾ അവർ പറയാണ് ज़्यादा पीस, കൂടുതൽ, ज़्यादा എന്ന് വെച്ചാൽ കൂടുതൽ, കൂടുതൽ പീസ് എടുത്താൽ, പീസ് ലോഗി തോ കം കർ ദൂങ്കി, അങ്ങനെയാണെങ്കിൽ കം കർ ദൂങ്കി, വില ഞാൻ കുറയ്ക്കാം. ज़्यादा പീസ് ലോഗി, നിങ്ങൾ കുറേ പീസ് എടുക്കുകയാണെങ്കിൽ തോ കം കർ ദൂങ്കി, അങ്ങനെയാണെങ്കിൽ ഞാൻ വില കുറക്കാം. മുझे ദുക്കാൻ ഖോൽനി ഹെ ക്യാ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, എനിക്ക് ദുക്കാൻ, എന്താ പീഡിയ അല്ലെങ്കിൽ ഷോപ്പ്, ഖോൽനി ഹെ എന്താ തുറക്കണോ, എന്താ എനിക്കെന്താ ഈ ഷോൾ എല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് എന്താ ഷോപ്പ് എങ്ങാനും തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? ഇത്രയും ഷോൾ ഞാൻ എടുക്കാൻ, മുझे ദുക്കാൻ ഖോൽനി ഹെ ക്യാ, എനിക്കെന്താ കട തുറക്കാൻ പോവാണോ? അപ്പോൾ ആ സ്ത്രീ പറയാണ് ലേലോന, എടുത്തോളൂ ചേച്ചി. ബഹനോं और भाइयों के लिए मैंने पत्नी को इशारा किया तो उसने आंखों तरेर कर मुझे चुप रहने का संकेत दिया. അപ്പോൾ ഇയാളിങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്, ഭാര്യയോട് ഇങ്ങനെ ഈ സ്ത്രീ സംസാരിക്കുമ്പോൾ. ബഹനോं और भाइयों के लिए, എന്താ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും വേണ്ടിയിട്ട്, കെലിയെ അവർക്ക് വേണ്ടി, मैंने पत्नी को इशारा किया, ഞാൻ എൻ്റെ പത്നിയോട് എന്താ ഒരു ആംഗ്യം കാണിച്ചു. ഇഷാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്യമാണ്.
ആംഗ്യം കാണിച്ചു കിയാ. तो उसने ആംഖേ തരേർ കർ. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ഉസ്നെ അവൾ എന്ത് ചെയ്തു? ആംഖേ തരേർ കർ കണ്ണുരുട്ടി നോക്കി അല്ലേ, ദേഷ്യത്തോടു കൂടി നോക്കി. അതാണ് ആംഖേ തരേർ കർ ദേഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടു കൂടി നോക്കി. മുജെ ചുപ്പ് രഹനെ കാ സങ്കേത് ദിയ. ആ നോട്ടത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്? ഇതൊരു മിണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താ ഒരു ഇൻഡിക്കേഷനാണ് അയാൾക്ക് മനസ്സിലായി. ചുപ്പ് രഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണെന്ന്, സങ്കേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശമാണെന്ന് മനസ്സിലായി. അച്ഛാ 5 പീസ് ലൂ തോ കിത്തനെ കെ ദോഗി. അച്ഛാ അങ്ങനെയാണെങ്കിൽ 5 പീസ് എടുക്കുകയാണെങ്കിൽ, ലൂത്തോ എടുക്കുകയാണെങ്കിൽ, കിത്തനെ കെ ദോഗി എത്ര രൂപക്ക് തരും? 200 രൂപയെ പെർ പീസ് ലേ ലേന ദീദി. 200 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപക്ക്, പെർ പീസ് ലേ ലേന ദീദി. പക്ഷേ എങ്കിൽ നിങ്ങൾ ആ പീസ് എടുക്കണേ ചേച്ചി എന്ന് പറയണം. ഒരു പീസിന് എത്രയാണ്? 200 പറയുന്നത്. ന അപ്പോൾ പറയാണ്, ഭാര്യ പറയാണ് ന ഇല്ല, 100 രൂപയെ പെർ പീസ്. 100 രൂപയ്ക്ക് ഒരു പീസ് തരികയാണെങ്കിൽ ഞാൻ എടുക്കാം അല്ലേ. 100 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ. പിന്നെ അവർ പറയാണ് ദീദി 100 തോ ബഹുത് കം ഹെ. ദീദി ചേച്ചി 100 തോ 100 എന്ന് പറയുന്നത് ബഹുത് കം ഹെ വളരെ കുറഞ്ഞുപോയി. कहते हुए उसका गला रूंध गया और उसकी കജ്രാരി ആംഖേ ഭർ ഗയി. എന്നിട്ടെന്താ ഇത് പറഞ്ഞിട്ട് कहते हुए ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ ഉസ്ക ഗല റൂന്ത് ഗയ അവരുടെ ഉസ്ക ഗല എന്ന് പറയുന്നത് തൊണ്ട, രൂന്ത് ഗയ എന്താ ഇടറിപ്പോവുകയാണ് അല്ലേ, കരച്ചിൽ വരുന്നത് പോലെ തോന്നുന്നതാണ്. ഓർ കരയുന്ന പോലെ പതിഞ്ഞ സ്വരത്തിലാണ്, ഇടറിയ സ്വരത്തിലാണ് അവർ പറയുന്നത്. ദീദി 100 തോ ബഹുത് കം ഹെ. 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞു പോകും ചേച്ചി എന്ന് പറയുന്നു. എന്നിട്ടോ ഉസ്കി കജ്രാരി ആംഖേ ഭർ ആയി. അവരുടെ കജ്രാരി എന്ന് വെച്ചാൽ എഴുതിയ, നല്ല കാജൽ വെച്ച് എഴുതിയ, ആംഖേ കണ്ണുകൾ, ഭർ ആയി എന്താ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി എന്ന് വെച്ചാൽ അവർക്ക് കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. चल ना तेरी ना मेरी 150 पर पीस. अच्छा दीदी ठीक है, लो रंग पसंद कर लो. कुछ सोचते हुए उसने कहा और गटर पत्नी के सामने सरका दिया. पत्नी ने 5 शॉलों अलग कर ली और मेरी ओर देख രൂപയെ देने का इशारा किया. ചൽ എന്നിട്ട് പറയാണ് എന്നാ ഓക്കെ, ന തേരി ന മേരി അല്ലേ, നിങ്ങളതുമല്ല എൻ്റെതുമല്ല. നമ്മളിപ്പോൾ പറയില്ലേ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെ പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ് ചൽ ന തേരി ന മേരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 150 per പീസ്, ഒരു 150 രൂപയ്ക്ക് ഒരു പീസ് തരാം. 150 എന്ന് പറയുന്നത് 150 രൂപയാണ്. പെർ പീസിന് എത്ര രൂപ തരാം? 150 രൂപക്ക് തരാം. അച്ഛാ ദീദി എന്നാൽ ശരി. ടീക്ക് ഹേ, അപ്പോൾ അവർ അവസാനം സമ്മതിക്കുകയാണ്. എന്നാൽ ശരി എന്ന് പറയാണ്. ലോ രംഗ് പസന്ത് കർലോ. ലോ എടുക്കൂ, എന്താ രംഗ് എന്താ നിറം, പസന്ത് കർലോ ഇഷ്ടപ്പെട്ട നിറം നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. പസന്ത് കർണ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട നിറം നിങ്ങൾ ചൂസ് ചെയ്തോളൂ. കുറച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ, കുറച്ച് ചിന്തിച്ചതിന് ശേഷം അവർ പറഞ്ഞു. ഓർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ, എന്നിട്ട് ആ ഭാണ്ഡക്കെട്ട്, ഗട്ടർ
ആ കെട്ട് എന്ത് ചെയ്തു? പത്നിക്ക് സാമനെ, പത്നിയുടെ ഭാര്യയുടെ മുന്നിൽ സർക്കാദിയ, നീക്കി വെച്ച് കൊടുത്തു. സർക്കാദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടി വെച്ചു. പത്നിനെ 5 ഷോളോ അലഗ് കർലി. പത്നിനെ, ഭാര്യ എന്ത് ചെയ്തു? 5 ഷോള്, 5 ഷോളുകൾ അലഗ് കർലി, എന്താ വേറെ മാറ്റി വെച്ചു, അവർക്ക് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചു. ഓർ മേരി ഓർ ദേക്ക് രൂപയെ ദേനെ കാ ഇഷാര കിയ. ഓർ മേരി ഓർ, ഫസ്റ്റത്തെ ഓർ എന്ന് വെച്ചാൽ എന്നിട്ട്, മേരി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കു നേരെ, ദേക്ക് നോക്കിയിട്ട്, രൂപയെ ദേനെ കാ പൈസ കൊടുക്കാനുള്ള, ഇഷാര കിയ ആംഗ്യം കാണിച്ചു. मैंने झट 750 रुपये निकाल कर 750 रुपये निकाल कर दे दिए. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही 150 में मान गई. गलती की, थोड़ा तोलमोल और करना चाहिए था. मैंने ഞാൻ എന്ത് ചെയ്തു? ജട്ട് പെട്ടെന്ന് തന്നെ 750 750 രൂപ നിക്കാൽ കർ ദേ ദിയെ പുറത്തെടുത്ത് കൊടുത്തു, അവർക്ക് നൽകി. നിക്കാൽനാന്ന് വെച്ചാൽ പുറത്തെടുക്കുക, എടുത്ത് കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ് അവർ പോയി കഴിഞ്ഞ സമയത്ത്, രാസ്തേ ഭർ വഴി നീളെ അല്ലേ, ആ പോകുന്ന ആ ട്രെയിന് യാത്ര മുഴുവനും എന്താ? പത്നിക്ക് സുയി, പത്നിയുടെ എന്താ ശ്രദ്ധ മുഴുവനും ഇസി ബാത്ത് പർ അടക്കി രഹി, ഈ ഒരു കാര്യത്തിൽ തന്നെയായിരുന്നു പത്നിയുടെ ശ്രദ്ധ മുഴുവനും. वो एक बार में ही 150 में मान गई. അവർ ഒറ്റ പ്രാവശ്യം, ഏക്ക് ബാർ എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഈ 150 में मान गई, 150 സമ്മതിച്ചു. ഗൽത്തിക്ക്, തെറ്റ് പറ്റിപ്പോയി, അയ്യോ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറഞ്ഞു. തൊടാ തോൽമോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തൂക്കവും കനവും ഒക്കെ തൂക്കി നോക്കിയിട്ട് എന്താ? ഓർ കർണ ചാഹിയേത്ത, കുറച്ചും കൂടി എന്താ പൈസ കുറച്ച് കിട്ടിയായിരുന്നു നല്ലതായിരുന്നു. ഓർ മേരി സുയി, എന്നിട്ട് ഇയാൾ പറയാണ്, എൻ്റെ ശ്രദ്ധയോ അതീത് മേ ജാ അടക്കി. അതീത് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലത്തിൽ ജാ അടക്കി ആയിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ ശ്രദ്ധയാണെങ്കിൽ അതീതുമേ അടുക്കിയെത്തി അല്ലേ, കഴിഞ്ഞ കാലത്തിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था, मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उसकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. बेटी को गोद में बिठा, बेटी എന്ന് വെച്ചാൽ മകളെ, ബേട്ടിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ, ഗോതുമേ മടിയിൽ, ബിട്ട ഇരുത്തിയിട്ട്, റെയിൽഗാഡിക്ക് ഖിഡ്കീസെ, റെയിൽഗാഡി എന്ന് വെച്ചാൽ തീവണ്ടിയുടെ, ഖിഡ്കീസെ ജനാലയിലൂടെ, ഝാങ്കത്ത എന്ന് വെച്ചാൽ നോക്കുക, എന്താ എത്തി നോക്കിയിട്ട്, മേ സോച്ച് രഹാത്ത ഞാൻ ചിന്തിക്കുകയായിരുന്നു, സോച്ചന മീൻസ് ചിന്തിക്കുക. മേരെ പിതാജി എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? റെയിൽ ഗാഡിമേ എന്താ തീവണ്ടിയിൽ, സാമാൻ ബേച്ച് എന്താ സാധനങ്ങൾ വിറ്റിട്ട്, ബേച്ചിന മീൻസ് വിൽക്കുക, സാമാൻ ബേച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റിട്ട്, സാധനങ്ങൾ വിറ്റിട്ട്, ജബ് തക്കേ ഹാരെ എപ്പോഴാണോ, തക്കേ ഹാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് വലഞ്ഞ്, ഘർ ആത്തെ വീട്ടിൽ വരുന്നത്, തോ
ഉൻകി ആങ്കോമേ, അപ്പോഴൊക്കെ മുൻകി ആങ്കോമേ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, ആങ്കോമേ ബി വഹി നമി തി, നമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവാണ്. അതേ നനവുകൾ എന്താ ഈ സ്ത്രീയുടെ കണ്ണിൽ ഉണ്ടായിരുന്ന അതേ നനവുകൾ എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും കാണാമായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോമേ തി, ആ നനവുകൾ ഉസ് യുവതിക്ക് ആങ്കോമേ ബി തി, ആ യുവതിയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ലഘുകഥയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.